കട്ടപ്പനയിൽ നിന്നും 6 കിലോമീറ്ററിലധികം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരട്ടിയാറിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ലെഫ്റ്റ് തിരിയുന്നു. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇരട്ടിയാർ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലൂടെ പണിതിട്ടുള്ള റോഡിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഡാമിൽ നിന്നുള്ള ജലം 5 കിലോമീറ്ററിലധികം ദൂരത്തിൽ പണിതിട്ടുള്ള അണ്ടർഗ്രൗണ്ട് ടണലിലൂടെ ഇടുക്കി റിസർവോയറിൽ എത്തിച്ചേർന്നു. അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടണലിലെ വെള്ളം എത്തിച്ചേരുന്നത്. വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിലൂടെയും ആ ഗ്രാമത്തിലുള്ള മനോഹരമായൊരു പള്ളിയും കണ്ടുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വളരെ മനോഹരമായൊരു മലയോര ഗ്രാമത്തിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മലയോര ഗ്രാമത്തിൽ ഇവിടെ ആദ്യമായിട്ടാണ് ഒരു ചെറിയ റബ്ബർ തോട്ടം കാണുന്നത്. ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ മലയോര ഗ്രാമത്തിലുള്ള മനോഹരങ്ങളായ വീടുകൾ. ഈ ഗ്രാമത്തിലൂടെ വരാൻ കാരണം ഇവിടെ ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഈ ഗ്രാമത്തിൽ പ്രധാനമായും തേയിലയല്ല കൃഷി ചെയ്യുന്നത്, മറ്റ് കൃഷികളായ ഏലവും വാഴയുമൊക്കെ നമുക്ക് കാണാം. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളെ. കേരളത്തിലെ തണുപ്പുള്ള മലമ്പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു നിത്യഹരിത വിളയാണ് തേയില. സമുദ്രനിരപ്പിൽ നിന്നും ഉയരമുള്ള സ്ഥലങ്ങളും 200 മുതൽ 300 സെൻറ്റിമീറ്റർ വാർഷിക മഴ ലഭ്യതയും ഇതിന് അനുയോജ്യമായ ഘടകങ്ങളാണ്. വർഷം മുഴുവനും ഓരോ തേയിലച്ചെടിയിൽ നിന്നും കൊളുന്തുന്നുള്ള 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരാണ് കേരളത്തിൽ വ്യാപകമായി തേയില കൃഷി ആരംഭിച്ചത്. കേരളത്തിൽ പ്രധാനമായും ഇടുക്കിയിലും വയനാട്ടിലുമാണ് തേയില കൃഷി ചെയ്തു പോരുന്നത്. ആ ചെറിയ തേയിലത്തോട്ടങ്ങൾ കണ്ടതിന് ശേഷം നീണ്ടു നിവർന്നു കിടക്കുന്ന മലയോര പാതയിലൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമാണ് ഈ പ്രദേശങ്ങളിൽ ഉള്ളത്. ചെറിയ തേയിലത്തോട്ടത്തിൻ്റെ സമീപത്ത് പണിതിരിക്കുന്ന മനോഹരങ്ങളായ വീടുകൾ നമുക്ക് കാണാം. ചെറിയ കാടിൻ്റെ നടുവിലൂടെ മലമുകളിലൂടെ പണിതിട്ടുള്ള ഒരു റോഡിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മലമുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ അങ്ങ് ദൂരെയുള്ള മലനിരകൾ നമുക്ക് കാണാം. ഒരു വ്യത്യസ്തമായ യാത്രാനുഭവം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മലമുകളിലൂടെ പണിതിട്ടുള്ള ഈ മനോഹരമായ റോഡിലൂടെയുള്ള യാത്ര ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ടത് കട്ടപ്പന എറണാകുളം റൂട്ടിലാണ്. ഇവിടെ വന്നപ്പോൾ വീണ്ടും ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. സമുദ്രനിരപ്പിൽ നിന്നും 3000-ലധികം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കട്ടപ്പനയ്ക്കടുത്തുള്ള പ്രദേശങ്ങളാണ്. ഇവിടെ വരുമ്പോൾ വലിയൊരു തേയിലത്തോട്ടം നമുക്ക് കാണാം. അങ്ങ് ദൂരെ കാണുന്നത് കല്യാണത്തണ്ട് മലനിരകളാണ്. ആ മലനിരയുടെ അങ്ങേ സൈഡിലാണ് ഇടുക്കി റിസർവോയർ സ്ഥിതി ചെയ്യുന്നത്. വളരെയധികം കിലോമീറ്ററുകൾ ഞങ്ങൾ ഈ മലയോര ഗ്രാമത്തിലൂടെ ഇതിനോടകം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നല്ല മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ഇവയെല്ലാം. ഈ റോഡ് മെയിൻ റോഡിൽ എവിടെ ചെന്ന് ചേരുമെന്ന് അറിയില്ല. തികച്ചും ത്രില്ലിംഗ് ആയ ഒരു യാത്രയാണിത്. എങ്ങും പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ മനോഹരങ്ങളായ സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. അത് അവിടെ വീണ്ടും ചെറിയ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. ഈ റോഡിലൂടെ യാത്ര ചെയ്തപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം 50 വീട് പോലും കണ്ടില്ല എന്നുള്ളതാണ്. ജനസാന്ദ്രത വളരെ കുറഞ്ഞ സ്ഥലമാണ് ഇതെല്ലാം. വീണ്ടും ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. ഈ റോഡ് കണ്ടിട്ട് ബസ് പോകുന്ന റൂട്ടല്ല എന്ന് തോന്നുന്നു. ചെറിയ മുട്ടക്കുന്നുകൾക്ക് നടുവിലൂടെ പണിതിട്ടുള്ള കയറ്റവും വളവുമുള്ള റോഡിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മുട്ടക്കുന്നുകളിലും തേയിലയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കുറേ മണിക്കൂറുകളായി ഈ മലമുകളിലൂടെയുള്ള റോഡിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇതുവരെയായിട്ടും ഞങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടില്ല.
അങ്ങനെ കുറേ കൂടി ഞങ്ങൾ ഈ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു പള്ളിയുടെ ഗോപുരം കാണാം. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ആ കാര്യം മനസ്സിലായത്. ഈ റോഡ് ചെന്ന് ചേരുന്നത് 10-ാം മൈലിലാണ്. ഇത് 10-ാം മൈലിലുള്ള സെൻറ്റ് ജോർജ് പള്ളിയാണ്. അങ്ങനെ ഈ റോഡിലൂടെ കുറേ ദൂരം കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ മെയിൻ റോഡിൽ എത്തിച്ചേരാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒഫീഷ്യലി ഈ പള്ളിയുടെ പേര് സെൻറ്റ് ജോർജ് ചർച്ച് കാൽവരി മൗണ്ട് എന്നാണ്. ഇന്ന് ഈ പ്രദേശം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങ് ആ ദൂരെ കാണുന്ന മലനിരയിലാണ് വ്യൂ പോയിൻ്റ് ഉള്ളത്. ഒടുവിൽ ഞങ്ങൾ മെയിൻ റോഡിൽ എത്തിച്ചേർന്നു. ഇന്ന് 10-ാം മൈലിൽ ധാരാളം ഹോട്ടലുകൾ പണിതിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിലുള്ള മാറ്റങ്ങളാണ് ഇതെല്ലാം. വണ്ടി ഞങ്ങൾ ഇവിടെ ഒതുക്കി കുറേ ദൂരം ആ സ്ഥലങ്ങളെ ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന റോഡിലൂടെയാണ് മുകളിലുള്ള വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്നത്. കല്യാണത്തണ്ട് എന്ന് പറയുന്ന ആ വ്യൂ പോയിൻ്റ് വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ആ മലയുടെ താഴ്ഭാഗത്തായി ഒരു ഹോട്ടൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ സമയം ഞങ്ങളിവിടെ ചെലവഴിച്ചു. അതിനുശേഷം ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് ചെറുതോണിക്കാണ്. വളരെ അധികം വളവുകളും തിരിവുകളുമുള്ള ഈ റോഡിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ വൈകുന്നേരം 5 മണി അടുക്കാറായി. റോഡ് വിജനമായിട്ടാണ് കാണപ്പെടുന്നത്. റോഡിൻ്റെ വലത് സൈഡിൽ കാണുന്നത് വലിയൊരു താഴ്വര പ്രദേശങ്ങളാണ്. അങ്ങനെ യാത്ര ചെയ്തു പോകവെയാണ് സ്കൂൾ ബസ് വരുന്നത് കണ്ടത്. വലിയ ഒരു മലമുകളിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയും ചെറുതോണിയും വളരെ താഴ്ന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടിയിൽ നിന്നുമാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കട്ടിങ്ങ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ വലതുവശത്ത് താഴ്വരയിൽ കാണുന്നത് വനപ്രദേശങ്ങളാണ്. ആ വനത്തിനുള്ളിൽ ഏലം കൃഷി ചെയ്തു പോരുന്നു. കർഷകർ ആ വനം ഗവൺമെൻറ്റിൽ നിന്നും ലീസിനെടുത്താണ് ഏലം കൃഷി ചെയ്ത് പോരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇടുക്കിയും കഴിഞ്ഞ് ആലഞ്ചോട് എന്ന് പറയുന്ന സ്ഥലവും കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുവശത്ത് കാണുന്ന മലനിരയുടെ താഴ്ഭാഗത്തായിട്ടാണ് ചെറുതോണി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 2018 പ്രളയത്തിന് ശേഷം ചെറുതോണിയിൽ പണിത പുതിയ പാലത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് ചെറുതോണി. ഇടുക്കി അണക്കെട്ടിനും ചെറുതോണി അണക്കെട്ടിനും അടുത്തായി പെരിയാറിൻ്റെ തീരത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ജില്ലാ ആസ്ഥാനമായ പൈനാവിൽ നിന്നും 5 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. വൈദ്യുതി വകുപ്പിൻ്റെ ഓഫീസുകൾ, ഇടുക്കി മെഡിക്കൽ കോളേജ്, ജില്ലാ വ്യവസായ കേന്ദ്രം, താലൂക്ക് ഓഫീസ് എന്നിവയെല്ലാം ഈ പട്ടണത്തിൻ്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്നു. മറ്റ് ഗവൺമെൻറ് ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും തിയേറ്ററും ബസ് സ്റ്റാൻഡുമെല്ലാം ഈ നഗരത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നു. കൂടാതെ പോലീസ് സ്റ്റേഷനും ഈ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെറുതോണിയിൽ നിന്നും ഞങ്ങളുടെ യാത്ര തുടരുകയാണ് എറണാകുളം റൂട്ടിലൂടെ. അടുത്ത യാത്രയിൽ ഞങ്ങളുടെ കൂടെ മിസ്റ്റർ സലീമും ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക്. അങ്ങനെ മനോഹരമായ റോഡിലൂടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.